ഏവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ NIOS+2 കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരാണോ? കൊമേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ അധ്യായമായിട്ടുള്ള പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം. എന്താണ് ഈ ചാപ്റ്റർ? ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏതെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്? ഇതുവരെ എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിലൊരു വിശദീകരണം നമുക്ക് നോക്കാം. എന്താണ് പ്ലാനിംഗ്? എന്താണ് ഓർഗനൈസിംഗ്? ആസൂത്രണം അല്ലെ, പ്ലാനിങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രാധാന്യം എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഇതുപോലെ തന്നെയാണ് ഓർഗനൈസിംഗിലും വരുന്നത്. അതായത് ഈ ആസൂത്രണവും സംഘാടനവും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളെ പോലെയാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ വരാറുണ്ട്, എന്ത്? പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ആർ ദ 2 സൈഡ് ഓഫ് എ കോയിൻ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? അതായത് പ്ലാനിങ്ങും ആസൂത്രണവും സംഘാടനവും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു ചെറിയൊരു വിശദീകരണത്തിന് ശേഷം ലാസ്റ്റ് നിങ്ങളടുത്ത് ചോദിക്കും. നിങ്ങൾ പറയണം എന്ത്, നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ യെസ് ഓർ നോ, വൈ. ആ ഒരു വിശദീകരണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ചെറിയ ക്ലാസ്. ഓക്കെ, അപ്പൊ ആസൂത്രണം. MS ഹേർലി പറയുന്നുണ്ട്, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അതായത് ഭാവിയില് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഈ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അപ്പൊ ഈ പ്ലാനിങ്ങിന്റെ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. പ്ലാനിങ് നമ്മൾ മുൻകൂട്ടി കാണുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല, അതിലെ ഓരോ പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ അല്ലെ, അതിൽ എന്തൊക്കെ പ്രക്രിയകളുണ്ട്, എന്തൊക്കെ പദ്ധതികളുണ്ട്, അതിന് വേണ്ട നടപടികൾ എന്തൊക്കെയാണ്, ഏതെല്ലാം രീതിയിൽ അത് ചെയ്യണം, അത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു പ്ലാനിങ്ങിന്റെ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഈ ഒരു പ്ലാനിങ്ങിന്റെ ഫ്യൂച്ചേഴ്സ്. നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. അതായത് പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ മാനേജ്മെന്റ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു പ്രാഥമിക പ്രവർത്തനമാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യം വരാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പ്ലാനിങ് പ്രോസസ്? പ്ലാനിങ് പ്രവർത്തനത്തിലെ മാനേജ്മെന്റിന്റെ സവിശേഷതകളിൽ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ 2ഓ 3ഓ ചോദിക്കുകയാണെങ്കിലും, ഇനി എല്ലാം ചോദിക്കുകയാണെങ്കിലും നമുക്ക് ഒന്നാമത്തേതായിട്ട് പറയുന്നത് എന്താണ്? പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്? പ്ലാനിങ് ആണ്. നമ്മൾ ഏതൊരു പ്രവർത്തനം, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നമ്മൾ അത് തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യും? നല്ലൊരു പ്ലാൻ ചെയ്യും. ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എത്ര ഫണ്ട് വേണം, എത്ര സ്റ്റാഫുകൾ, HR സോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് എത്ര വേണം, അതുപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ കുടുംബ ബജറ്റ് ആണെങ്കിലും നമ്മൾ എന്താണ്? ആരോഗ്യത്തിന് എത്ര അല്ലെ, നമ്മളെ വരുമാനത്തിനനുസരിച്ചിട്ട് ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സേവിങ്സ്, ഈ ഒരു മറ്റുള്ളവ എന്നുള്ള പറയുന്ന രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ മാറ്റി വെക്കാറുണ്ട്. നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്ഥാപനത്തിലും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറഞ്ഞോളൂ, യെസ് ഐ അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നു. കാരണം എന്താ? ഏതൊരു സ്ഥാപനത്തിന്റെയും പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഏതിലാണ്? ഈ ഒരു പ്ലാനിങ്ങിലാണ്, അല്ലെങ്കിൽ ആസൂത്രണത്തിലാണ്. മാനേജ്മെന്റിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഏതിൽ നിന്നാണ്? പ്ലാനിങ്ങിൽ നിന്നാണ്. എന്നിട്ട് പറയാ എന്തെല്ലാം കാര്യങ്ങൾ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ആര് ചെയ്യണം എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കാണുന്ന ഒരു പ്രവർത്തനമാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. 3ഓ 4ഓ മാർക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളെ കയ്യിൽ വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഫ്യൂച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും, പ്ലാനിങ്ങിന്റെ ഫ്യൂച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? അങ്ങനെ ചോദിക്കാം. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയന്റഡ് ആണ്, അതായത് ലക്ഷ്യാധിഷ്ഠിതമാണ്. ആസൂത്രണം എന്ന് പറയുന്നത് ലക്ഷ്യാധിഷ്ഠിതമാണ്. എല്ലാ പ്ലാനിങ്ങുകൾക്കും എന്തുണ്ടാവും? ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഏതൊരു സ്ഥാപനത്തിലും എന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പറയാം, എന്ത് പറയാം, പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ് അഥവാ ആസൂത്രണം എന്ന് പറയുന്നത് ലക്ഷ്യാധിഷ്ഠിതമാണ്. ക്ലിയർ ആണോ? ഇതാ വരുന്നു, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ളതാണ്. ശരിയല്ലേ? നമ്മളെല്ലാവരും പറയാറുണ്ട് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. ഭാവി എന്ന് പറയുന്നത് എന്താണ്? അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. നമുക്ക് ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറയില്ല, മുൻകൂട്ടി കാണാൻ കഴിയില്ല. ആസൂത്രണം എന്താണ്? ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മുൻകൂട്ടി കാണാനായിട്ട് കഴിയില്ല, അല്ലെ? ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് സെറ്റാക്കി പെട്ടെന്നാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ആ നടപടികളൊക്കെ മാറ്റം വരുത്തുന്നത്. നമ്മുടെ പ്ലാൻ മാറിയോ? മാറി. അപ്പോ നമുക്ക് ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയില്ല, മുൻകൂട്ടി കാണാനായിട്ട് കഴിയില്ല. അപ്പൊ ഭാവിയിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഇത്, ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു തുടർ പ്രവർത്തനമാണ്, അല്ലെ? ഒരു സ്ഥാപനം എത്രമാത്രം നിലനിന്ന് പോകുന്നുണ്ടോ അത്ര ആ ഒരു സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും, അല്ലെ? ചില സമയത്ത് മാറ്റങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു പ്ലാനിങ്ങിൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിൽ തന്നെ ഉണ്ട് അടുത്ത പോയിന്റ്, പ്ലാനിങ് ഈസ് എന്താണ്, മാറ്റങ്ങൾക്ക് അധിഷ്ഠിതമാണ്, അല്ലെ? ശരിയാണ്. പ്ലാനിങ് എന്താണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. കാരണം എന്താ, എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരികയാണ്, നിയമങ്ങളിലായിക്കോട്ടെ, ബിസിനസിന്റെ പ്രവർത്തനത്തിലായിക്കോട്ടെ, സാഹചര്യങ്ങൾക്കായിക്കോട്ടെ, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളെ പ്ലാനുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പൊ ഇതെല്ലാമാണ് എന്ത്, പ്ലാനിങ്ങിന്റെ സവിശേഷതകൾ. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് എഴുതേണ്ടത്. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട്, ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, വിശദമാക്കുക. ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? അപ്പൊ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്, യെസ് ഐ അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്. യെസ്, ഞാൻ ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രസ്താവനയോട് യോജിക്കാൻ കാരണം, അതാണ് നമ്മൾ വിശദമാക്കേണ്ടത്. ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റല്ലേ? അപ്പോ ഈ ഒരു പ്ലാനിങ്ങിന്റെ ഫ്യൂച്ചേഴ്സ് അഥവാ സവിശേഷതയിലൂടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരെ ആൻസർ ചെയ്യാൻ എന്തായി, റെഡി ആയിട്ടുണ്ട്. ശരിയല്ലേ? ഇനി ഓർഗനൈസിംഗ് അഥവാ സംഘാടനം. സംഘാടനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇത് സംഘാടനം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ സംയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത്, ഈ ഒരു സംഘാടനം. നമുക്കറിയാം, ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരുപാട് എന്തുണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, അല്ലെ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പിന്നെയോ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ ഏകോപിപ്പിച്ചിട്ട് സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യം, അതായത് ലക്ഷ്യം നേടുക, അല്ലെ? എന്താണോ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം, അതിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇത്, ഈ ഒരു സംഘാടനം. ഇങ്ങനെ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾ സംഘടിക്കുന്നുണ്ട്, അല്ലെ? അതാണ് ഒരു സംഘടനയാണ്. നമുക്കറിയാം, ഏതൊരു സ്ഥാപനം എടുത്തു നോക്കിയാലും അവിടെ എന്തുണ്ട്, സംഘടനയുണ്ട്. അവരുടെ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഒക്കെ നേടിയെടുക്കുന്നത് ഏതിലൂടെയാണ്, ഈ ഒരു സംഘടനയിലൂടെയാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സംയോജിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഇത്, ഈ ഒരു സംഘാടനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിതാ ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു ടേമിലേക്ക് എത്തുകയാണ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ആർ ദ ടു സൈഡ് ഓഫ് എ കോയിൻ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എത്താൻ കഴിയോ? കാരണം എന്താ, ശരിയല്ലേ? യെസ് ഓർ നോ? യെസ്. എന്താ കാരണം? പ്ലാനിങ്ങും ഓർഗനൈസിംഗ് അഥവാ ആസൂത്രണവും സംഘാടനവും എന്താണ്, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഒരു സ്ഥാപനത്തിലെ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ചിട്ട് അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് ഇത് സംഘാടനം എന്ന് പറയുന്നത്. സോ ഐ അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ടേമിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾക്കറിയാതെ എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഞങ്ങളുടെ ആപ്പിൽ ലഭ്യമാണ്. താഴെ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ, ജോയിൻ ചെയ്തോളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.